ഈ ലക്ഷണങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കാണാറുണ്ടോ? നമ്മൾ എല്ലാവരും ജീവിതത്തിൽ പല കാര്യങ്ങൾ ആഗ്രഹിക്കാറുണ്ടല്ലേ? അതിനായി മാനിഫെസ്റ്റേഷൻ ചെയ്യാറുമുണ്ട്. എന്നാൽ കുറച്ചു ദിവസം കഴിയുമ്പോഴേ നമ്മൾ ചിന്തിച്ചു തുടങ്ങും, ഞാൻ വിഷ്വലൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്, വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ ആഗ്രഹം എന്നിലേക്ക് വരുന്നുണ്ടോ അതോ പ്രപഞ്ചം എന്നെ മറന്നോന്ന്? അല്ലേ? മാനിഫെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, പ്രപഞ്ചം നമ്മളെ ഒരിക്കലും മറക്കില്ല കേട്ടോ. നമ്മൾ ആഗ്രഹിച്ച കാര്യയെ നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോഴേ പ്രപഞ്ചം നമുക്ക് ചില സൂചനകളൊക്കെ നൽകി തുടങ്ങും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതേ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വിജയത്തിലേക്ക് അടുക്കുകയാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു 5 പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെ കുറിച്ചാണ്. ഈ ലക്ഷണങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നതാണ് അർത്ഥം. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ലക്ഷണമേ ഏഞ്ചൽ നമ്പറുകൾ കാണുക. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ പ്രപഞ്ചം തരുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ലക്ഷണമാണിത്. ഒരേപോലെയുള്ള നമ്പറുകൾ വീണ്ടും വീണ്ടും കാണുക. 111, 333, 555, അതല്ലെങ്കിൽ 1111 ഇങ്ങനെയുള്ള നമ്പറുകളെ അത് നമ്മൾ ചിലപ്പോൾ ഫോൺ എടുക്കുമ്പോൾ കൃത്യസമയം 1111 ആകുന്നു. അതുമല്ലെങ്കിൽ റോഡിലൂടെ പോകുമ്പോൾ വാഹനത്തിൻ്റെ ഏതെങ്കിലും നമ്പർ 444 അല്ലെങ്കിൽ 555 ഇങ്ങനെയൊക്കെയായി കാണുന്നു. ഒരു തവണ കണ്ടാലേ അത് യാദൃശ്ചികമാണല്ലേ? എന്നാൽ ഒരു ദിവസം തന്നെ പല സ്ഥലങ്ങളിൽ അത് ബില്ലുകളിലാവാം, ക്ലോക്കിലാവാം, അല്ലെങ്കിൽ ഇതേ നമ്പർ നമ്മൾ ബുക്കുകളിലാവാം. ആവർത്തിച്ച് കാണുമ്പോഴേ അത് പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കുന്നതാണ്. നിങ്ങൾ ശരിയായ പാതയിലാണ് പോകുന്നത്, നിങ്ങളുടെ ആഗ്രഹം പ്രോസസ്സിങ്ങിലാണ്. ഈ സന്ദേശമാണ് പ്രപഞ്ചം നിങ്ങൾക്ക് ഇതിലൂടെ നൽകുന്നത്. രണ്ടാമത്തെ ലക്ഷണമേ നമ്മൾ ആഗ്രഹിച്ച കാര്യമില്ലേ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ചുറ്റിനും ഉണ്ടാവുക. അപ്പം നമ്മൾ എന്തിനെയാണോ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളുടെ ചുറ്റിനും നമ്മൾ അറിയാതെ തന്നെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. ഉദാഹരണത്തിന്, നമ്മളൊരു ചുവന്ന കാറാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പെട്ടെന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ, റോഡിലിറങ്ങുമ്പോഴേ നമ്മളുടെ കണ്ണിൽ പെടുന്നത് കൂടുതൽ ചുവന്ന കാറുകളായിരിക്കും. അതല്ലെങ്കിൽ നമ്മളൊരു ജോലിയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കളുടെ വായിൽ നിന്ന് നമ്മൾ അറിയാണ്ട് കേൾക്കും ഈ ജോലിയെക്കുറിച്ച്. അതുമല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ ഓപ്പൺ ചെയ്യുമ്പം ഈ ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ ആർട്സുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ അങ്ങനെ ആലോചിക്കും, അയ്യോ നമുക്ക് മാത്രം കിട്ടുന്നില്ലല്ലോ, അവർക്കെല്ലാം ജോലി കിട്ടുന്നു. അങ്ങനെ അല്ല കേട്ടോ ചിന്തിക്കേണ്ടത്. അതിൻ്റെ അർത്ഥം ആ ആഗ്രഹം ഉണ്ടല്ലോ, അത് നമ്മുടെ എനർജി ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞു. അതൊരു വലിയ പോസിറ്റീവ് സൈനാണ്. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് മനസ്സിൽ തോന്നുന്ന ഒരു പ്രത്യേക സമാധാനവും സന്തോഷവും. മാനിഫെസ്റ്റേഷൻ തുടക്കത്തിലേ നമുക്ക് ഭയങ്കര ആകാംക്ഷയായിരിക്കും അല്ലേ? എപ്പോൾ കിട്ടും, എങ്ങനെ കിട്ടും എന്നൊക്കെ ഓർത്ത് നമുക്ക് ഭയങ്കര ആകാംക്ഷയായിരിക്കും. എന്നാൽ ലക്ഷ്യം അടുത്തെത്തുമ്പോഴേ ഈ ടെൻഷനൊക്കെ മാറി മനസ്സിൽ വലിയൊരു ശാന്തത കൈവരും. ഉദാഹരണത്തിന്, ഒരു പരീക്ഷ എഴുതിയിട്ട് റിസൾട്ടിനായിട്ട് കാത്തിരിക്കുന്നൊരു കുട്ടിക്കില്ലേ ഉണ്ടാകുന്നൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ അല്ലേ? ആ റിസൾട്ട് വന്നു കഴിഞ്ഞാലോ, പാസ്സായി ഉറപ്പായി കഴിഞ്ഞാൽ ഒരു സമാധാന സന്തോഷം കിട്ടില്ലേ? അതേ സമാധാനവും സന്തോഷവും ഒക്കെ ആ ആഗ്രഹം നമുക്ക് കയ്യിൽ കിട്ടുന്നതിന് മുൻപ് തന്നെ നമ്മുടെ മനസ്സിന് തോന്നും, അതെനിക്കുള്ളതാണ്, അതെന്നെ തേടി വരും എന്നൊരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മുൻപ് നമ്മൾ കണ്ട മൈൻഡ് പ്യൂരിഫിക്കേഷൻ വീഡിയോയും അതുപോലെ തന്നെ ഡിജിറ്റൽ ഡീറ്റോക്സ് വീഡിയോ ഒക്കെ ഇല്ലേ, ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ശാന്തത കൈവരുന്നില്ലേ? അതേപോലെ തന്നെയാണ് ഇതിനും. പിന്നെ ഈ ആഗ്രഹം നടന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്നൊരു തോന്നലില്ലേ, ലെറ്റ് ഗോ എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് മാറുന്നത്. ഈ അവസ്ഥയിലാണ് മാന്ത്രികത സംഭവിക്കുന്നത്. നാലാമത്തെ ലക്ഷണമേ തടസ്സങ്ങളും നഷ്ടങ്ങളൊക്കെ ഉണ്ടാവുക. ഇത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം അല്ലേ? ജീവിതത്തിൽ പെട്ടെന്ന് ചില തടസ്സങ്ങളോ നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതേ മാനിഫെസ്റ്റേഷൻ വരാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതിനെ നമ്മൾ ടവർ മൊമെന്റ് എന്നാ പറയുന്നത്. നിങ്ങൾ വളരെ നല്ലൊരു ജോലിക്കായി മാനിഫെസ്റ്റ് ചെയ്യുകയാണ്, എന്നാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഇപ്പോഴുള്ള ജോലി നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങൾ പരാജയപ്പെടുന്നു. അപ്പം നമ്മൾ വിചാരിക്കും എല്ലാം തകർന്നു എന്ന് അല്ലേ? എന്നാലേ പ്രപഞ്ചം ചെയ്യുന്നത് നിങ്ങൾക്ക് ചേരാത്ത പഴയ കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്തിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വഴിയൊരുക്കുകയാണ്. ഒരു പഴയ കെട്ടിടമൊക്കെ പൊളിച്ചു മാറ്റിയാലല്ലേ അവിടെ പുതിയൊരു കൊട്ടാരം പണിയാൻ വേണ്ടി പറ്റൂ. അതുകൊണ്ടേ
താൽക്കാലിക തടസ്സങ്ങളിൽ വിഷമിക്കരുത്. അത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. അഞ്ചാമത്തത് ശക്തമായിട്ടുള്ള ഉൾവിളിയും സിൻക്രോണിസിറ്റിയും. എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് സംസാരിച്ചു തുടങ്ങും. ചില കാര്യങ്ങൾ ചെയ്യാൻ ശക്തമായിട്ടുള്ള ഒരു ഉൾവിളി ഉണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ കുറേ നാളായി കാണാത്തൊരു സുഹൃത്തിനെ കുറിച്ച് ഓർക്കുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് ആ സുഹൃത്തിൻ്റെ കോള് വരുമോ, നമുക്ക് ആ സുഹൃത്തിനെ കാണാൻ നമ്മുടെ മുന്നിൽ വരുമൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാനിപ്പം പറയുകയാണെങ്കിൽ, ഒരു ലോങ് വീഡിയോ കാണാൻ താല്പര്യമുള്ള ആരോടെങ്കിലും നമ്മുടെ ചാനലിലുള്ള ഹോ ഓപ്പണപ്പോ എന്ന ടെക്നിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാൻ പറയുമ്പം ആ സുഹൃത്ത് എന്ത് ചെയ്യുന്നു, ആ വീഡിയോ കാണുന്നു. ആ വീഡിയോ കണ്ടിട്ട് അവരുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചുകൾ വരുന്നു. പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്ന വലിയൊരു ശക്തമായിട്ടുള്ളൊരു കാര്യത്തിൻ്റെ റൂട്ടിലേക്ക് നിങ്ങളെ നയിക്കാൻ പോകുന്നു എന്ന് ഉള്ളിലിരുന്ന് നമുക്ക് വഴി കാണിച്ചു തരുന്നതാണ് ഈ ഉൾവിളി. ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒട്ടും മടിക്കരുത്. ഇപ്പോൾ പറഞ്ഞ ഏതെങ്കിലും 5 ലക്ഷണങ്ങളിൽ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പ്രപഞ്ചത്തോട് നന്ദി പറയൂ. ഓർക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രപഞ്ചം കേൾക്കുന്നുണ്ട്. ശരിയായ സമയത്ത് അത് നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. പിന്നെ മൈൻഡ് പ്യൂരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ആരും മറക്കണ്ട, അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. മാനിഫെസ്റ്റ് വിത്ത് അനി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാൻ. താങ്ക് യു. ബൈ.